ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലനും ഗോമതിയും കൂടെ ആര്യനെക്കുറിച്ച് പറഞ്ഞു നിൽക്കുകയാണ്. കുറച്ചും കൂടെ അവനോട് സഹാനുഭൂതിയോടും സ്നേഹത്തോടും സംസാരിക്കണം ബാലേട്ടാന്ന് പറയുകയാണ് കേട്ടോ. പെരുമാറുന്നതും അങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇവിടെ സഹോദരങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഇടവരുത്തല്ലേ എന്ന് പറയാം. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ എന്നോട് വേണം ഇതെല്ലാം കാണിക്കാനായിട്ട്, ഞാൻ മാക്സിമം അവനോട് ചെയ്യുന്നുണ്ട്. അവൻ എന്നോട് ചെയ്യുന്ന കാര്യങ്ങൾ നീ പറഞ്ഞ് മനസ്സിലാക്കുന്ന പറയാട്ടോ. ഈ ബാലേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഡോറിൽ വന്ന് ദേവി അച്ഛാ ബാലച്ചാ കഥക തുറക്കുക എന്നും പറഞ്ഞിട്ട് വരിക കേട്ടോ. അപ്പോൾ ബാലൻ പറയണം, അയ്യോ ദേവി മോളാണല്ലോ, എന്തു വെച്ചി, വാ കഥക തുറക്കാം. കഥക തുറക്കണം. ദേവി ഇങ്ങോട്ട് ഓടി വന്നിട്ട് പറയാം, അയ്യോ ബാലച്ചാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിൽ നിങ്ങൾക്ക് ആര്യൻ്റെ സ്മെല്ല് അടിച്ചില്ലേ, കള്ള് കുടിച്ചതിൻ്റെ ആ ഒരു മദ്യത്തിൻ്റെ സ്മെല്ല് അടിച്ചില്ലേന്ന് ചോദിക്കുക. അപ്പോൾ വീണ്ടും ഇവർ രണ്ടുപേരും കൂടെ പരസ്പരം നോക്കുക കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഗോമതി പറയണം, എൻ്റെ മോളെ അവൻ മദ്യപിച്ചിട്ടില്ല, നമുക്ക് ഒന്ന് മദ്യപിച്ച് ആ ഒരു മദ്യത്തിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താ? അങ്ങനെയല്ല അച്ഛാ, എന്തോ പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയല്ലോ, പിന്നെ നിങ്ങൾക്കാർക്കും കിട്ടാത്ത എന്താ? അപ്പോൾ ഉടനെ ബാലൻ അടുത്തേക്ക് ചെന്നിട്ട്, മോളെ അതെ അവനൊരു ജ്യൂസാണ് കുടിച്ചത്, ആ ജ്യൂസിൻ്റെ ഒരു മണമാണ് വന്നത്, അത് മോക്ക് അങ്ങനെ തോന്നിയതാവാം, പക്ഷെ നമുക്കൊന്നും അങ്ങനെ തോന്നിയില്ല. ജ്യൂസാണോ അച്ഛാ കുടിച്ചത്? അതെ, നീ ചെന്ന് കിടക്ക്. അപ്പം എന്നിട്ടും പോണില്ല കേട്ടോ. അങ്ങനെ ഗോമതി അടുത്തേക്ക് വന്നിട്ട് പറയാം, പറഞ്ഞില്ലേ ജ്യൂസാണ് അവൻ കഴിച്ചതെന്ന്, ഇനി എന്താ, നീ ചെല്ല്, ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെ നിനക്കെന്താ, നീ ചെന്ന് കിടക്കെന്ന് പറയാം. എന്നാലും എനിക്കൊരു സംശയമുണ്ട് ആര്യൻ മദ്യപിച്ചത് തന്നെയാണെന്ന് എന്നും പറഞ്ഞിട്ട് വെറുത്തോണ്ട് പോവാട്ടോ. എന്നിട്ട് കഥ കടിച്ചിട്ട് ഗോമതി ബാലനോട് പറയാം, കണ്ടല്ലോ ഇവളുടെ ചില നേരത്തുള്ള സ്വഭാവമേ എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഈ വീട്ടിലെ പല പ്രശ്നങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പോലും വലുതാക്കി വഷളാക്കണം ഒരുത്തിയാ, എനിക്ക് പിടിക്കുന്നില്ല ബാലേട്ടാ എന്ന് പറയാട്ടോ. അങ്ങനെ ബാലൻ ഇങ്ങനെ ഗോമതിയെ നോക്കി നിൽക്കുകയാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലാണെങ്കിൽ കൃഷ്ണമംഗലത്ത് നമ്മുടെ അച്യുതനും അനന്തനും ഒക്കെ ആയിട്ട് ഭയങ്കര സംസാരത്തിലാണ്. കാര്യം അനന്തൻ പറഞ്ഞല്ലോ വീട് അച്യുതന് തന്നെ എഴുതി കൊടുക്കാൻ, ആ സന്തോഷത്തിലാണ്. പിറ്റേത് അതിൻ്റെ സന്തോഷം. പിന്നെ പോരാഞ്ഞിട്ട് അവർക്ക് ലോണ്, ഒരു 5 കോടി ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അപ്പോൾ വീട് ഈട് വെച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കൊടുക്കാമെന്ന് ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനായിട്ടാണ് നേരെ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. പക്ഷേ ബാങ്കിൽ പോയി ഒപ്പിട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നന്ദിതയും വരണം. നന്ദിത ഇപ്പോൾ കുറച്ച് നാളായിട്ട് രാജശ്രീയായിട്ട് പിണക്കത്തിലൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ അനന്തൻ നന്ദിതയെ കാര്യങ്ങളൊക്കെ വിളിച്ച് ബോധിപ്പിക്കുകയാണ്. അപ്പോൾ നന്ദിത പറയുന്നുണ്ട്, ഞാൻ നാളെ എന്തായാലും ഇങ്ങോട്ട് വന്നോളാം. ആ സന്തോഷത്തിൽ അമ്മയോടും അച്യുതനോടും രാജശ്രീയോടൊക്കെ പറയാണ് നാളെ നന്ദിത വരുന്നുണ്ടെന്ന്. സമാധാനമായി. പിന്നെ രാജശ്രീയോട് പ്രത്യേകം എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു അപേക്ഷയാണ്. അവൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ പഴയ പോലെ നിങ്ങൾ രണ്ടുപേരും എന്തൊരു സ്നേഹത്തിലായിരുന്നു ഇവിടെ പോയിക്കൊണ്ടിരുന്നത്, അതുപോലെ ആവണം ഇനി അങ്ങോട്ടും. ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും നിൽക്കരുതെന്ന് പറയുമ്പോൾ രാജശ്രീ പറയാം, ഏട്ടാ എനിക്ക് ചേച്ചിയോട് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് ചേച്ചി കുറച്ച് അടുപ്പവും കാര്യങ്ങളും കാണിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനിങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയെന്ന് പറയാം. അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെക്കണം, പോട്ടെ. ദേവി ഇത് നിങ്ങൾ തമ്മിൽ ഇനി ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, മറ്റുള്ളവർക്ക് അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള സ്നേഹമായിരുന്നു നിങ്ങൾക്ക്. അതാ. എന്നിട്ട് അച്യുതം പറയാം, അതൊന്നും ചേട്ടൻ പേടിക്കണ്ട, അവളതൊക്കെ കൈകാര്യം ചെയ്തോളും. രാജശ്രീയോട് എന്നിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും ചേച്ചി വരുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ അമ്മയും പറയുന്നുണ്ട്, എനിക്ക് സമാധാനമായി. ഞാൻ കരുതി വീട് ഈട് വെച്ചാൽ ലോൺ കിട്ടുള്ളൂ, ഇപ്പം അല്ലാതെ എന്നെ കിട്ടിയല്ലോ, വീട് പോയില്ലല്ലോ, അതെൻ്റെ ഭാഗ്യമായി എന്ന് അമ്മയും സമാധാനിക്കുക കേട്ടോ. അങ്ങനെ ആ രാത്രി തന്നെ ആര്യൻ നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി വല്ലാത്തൊരു ആലോചനയിലാണ്. ഈ ആലോചനയും കണ്ടിട്ടാണ് തൊട്ട് പിറകെ സഹോദരങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താടാ നീ ഇവിടെ നിന്ന് ആലോചിക്കണേ? അല്ല ഏട്ടാ, ഞാൻ ആലോചിക്കാം, അച്ഛന് ശരിക്കും എന്നോടുള്ള ദേഷ്യത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നന്നാവുന്നില്ല, നല്ലവനായിട്ട് ഉയരുന്നില്ല, കാശില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ കരുതി അച്ഛനെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാനൊന്ന് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി വലിയ നല്ലവനായി കഴിഞ്ഞാൽ അച്ഛന് അത് സന്തോഷമാവുമല്ലോ. അപ്പം നീ എന്താ അതിനൊരു കാര്യം ഞാൻ പ്ലാൻ ചെയ്യുക. എന്താടാ, ഒറ്റ രാത്രി കൊണ്ട് നീ നാളെ കളക്ടറായി കാണിക്കുമോ അച്ഛൻ്റെ മുമ്പിൽ? അതൊന്നും നടക്കാത്ത കാര്യമായിട്ടാ. അല്ലെങ്കിലും പഠിച്ച് ഓരോന്ന് നേടാമെന്ന് എനിക്കിനി തോന്നണില്ല. അല്ലാതെ നീ എന്ത് ചെയ്യാനാ? ദൈവമേ, വല്ലതും മോഷ്ടിക്കാനോ കള്ളക്കടത്തോ ആണോ ഇടാ നിൻ്റെ പ്ലാൻ എന്ന് ധർമ്മം ചോദിക്കാട്ടോ. എന്നിട്ട് അങ്ങനെയൊന്നുമില്ല എടാ, അങ്ങനെ വല്ലതും ആണെങ്കിൽ അകത്ത് കിടക്കും, നീ മാത്രമല്ല നമ്മളും എല്ലാവരും കിടക്കും. ഇല്ലെന്നേ, അങ്ങനെയുള്ള തരികട പഠിക്കുന്നു ഞാൻ പോകത്തില്ല. ഞാൻ ആലോചിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്നാണ്. അപ്പോൾ ഇതും കേട്ടിട്ട് നമ്മൾ മിത്ര വന്നും കേട്ടോണ്ട് നിൽക്കുകയാണോ? ബിസിനസ്സോ? അതെ, എന്ത് ബിസിനസ്സാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു ബിസിനസ് തുടങ്ങണം, എന്നിട്ട് അത് 2 ആക്കണം, പിന്നെ 3 ആക്കണം, അങ്ങനെ 100 ആക്കണം, അങ്ങനെ കോടികൾ സമ്പാദിക്കണം. കൊള്ളാം നന്നായിട്ടുണ്ട്. അങ്ങനെ ആനന്ദവും ആകാശവും ധർമ്മനും കൂടെ ഇത് കേട്ടെങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, പക്ഷേ കോടികൾ ഇങ്ങനെ സമ്പാദിച്ചു വരണം, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മാമ, ഈ ട്രിവാൻഡ്രം സിറ്റിയെ ഇത് നമുക്ക് വിലയ്ക്ക് വാങ്ങിച്ചാലോ?
എന്താടാ പൊട്ടാ നീ പറഞ്ഞ? അതെ, എത്ര സ്ക്വയർ ഫീറ്റ് വരും ഇവിടെ? അപ്പോഴത്തേക്കിന് ആനന്ദ് പറഞ്ഞാൽ നീ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ ഈ ട്രിവാൻഡ്രം സിറ്റി മുഴുവനും വാങ്ങിക്കും. അപ്പോൾ ഉടനെ തന്നെ ധർമ്മം പറയാം, എടാ ഇവിടെ എല്ലാം നീ വാങ്ങിച്ച ഞങ്ങൾ എവിടെയാ ജീവിക്കുന്നത്? അതൊന്നും മാമൻ പേടിക്കണ്ട, എല്ലാവർക്കും ഓരോ വീട് ഞാൻ വെച്ച് തരും. മാമനെ 2 വെച്ച് തരാം. ശരി, എന്നാൽ പിന്നെ നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് അവരങ്ങനെ കൊട്ടാരം കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ, മനക്കോട്ട. അപ്പോഴാണ് നമ്മുടെ മിത്ര അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് ചോദിക്കുമ്പോൾ, ഇവനെ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കണത്. പിന്നെ കോടികൾ സമ്പാദിക്കുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ഓരോ വീട് വെച്ചിരുന്ന കാര്യവും പറഞ്ഞു. പക്ഷേ എനിക്ക് മാത്രം 2 വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ധർമ്മം പറയാം. അപ്പം മിത്ര പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങി തരണേ ആര്യാന്ന് പറയാം. അതിനെന്തിനാടി ട്യൂഷൻ സെൻറ്റർ? നീ രാജാവിൻ്റെ ഭാര്യയില്ലേ, മഹാറാണിയായിട്ട് ഇരിക്കുകയാണ്, നിനക്ക് നിന്നെ ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ് അവരങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ച് രസിക്കണം കേട്ടോ. അങ്ങനെ ആ രാത്രി എല്ലാവരുടെയും സന്തോഷപ്രകാരം തന്നെ അവിടെ കിടന്നോളാം. ടെറസിൽ ഒത്തിരി നാളായി കിടന്നിട്ട്, അപ്പോൾ എല്ലാവർക്കും കൂടെ ഇവിടെ കിടക്കാമെന്നുള്ള സന്തോഷത്തിൽ അവർ പറയാം. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഇവിടെയാണോ കിടക്കുന്നത്? അതെ, ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ കിടന്നോളാം. അപ്പോൾ ഞാൻ പോയി മീനാക്ഷി ചേച്ചിയുടെ അടുത്തേക്ക് കിടന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് മിത്ര സന്തോഷത്തോടു കൂടി താഴോട്ട് ഇറങ്ങി പോവാട്ടോ. മീനാക്ഷിയുടെ അടുത്തേക്കാണ് പോകണം. അപ്പോൾ മീനാക്ഷി അവിടെ കിടപ്പുണ്ട്. എന്താടി നീ ഇങ്ങോട്ട് വന്നേ? അല്ല, എല്ലാവരും ടെറസിൽ കിടക്കില്ലേ, നമുക്ക് ഇവിടെ കിടന്നാലോ ചേച്ചി? ശരി, നീ വന്നോ. പക്ഷേ ഒരു കാര്യം, നിനക്ക് രാത്രി ഉറക്കത്തിൽ സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടോ? അതോ കാലെടുത്ത് ദേഹത്തിടുന്ന സ്വഭാവമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂർക്കം വലിയുണ്ടോ? അപ്പോൾ മിത്ര പറയാം, എനിക്കിതൊന്നുമില്ല. എന്നാൽ പിന്നെ നീ കിടന്നോ. പക്ഷേ ചേച്ചിക്ക് ഇതിലേതെങ്കിലും ഉണ്ടോ? അയ്യോ, എനിക്കുണ്ടോയെന്ന് ഇനി ആകാശിനോട് തന്നെ ചോദിക്കണം. കൂർക്കം വലിയുണ്ടോ എന്നൊരു സംശയം. എൻ്റെ പൊന്നോ, ഞാൻ എൻ്റെ റൂമിൽ പോയി കിടന്നോളാമേ എന്നിങ്ങനെ പറയാനുണ്ട് കേട്ടോ നമ്മുടെ മിത്ര. വേണ്ട നീ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞ് പിടിച്ച് കിടത്താണ്. അല്ലെങ്കിലും എനിക്കറിയാം നിനക്ക് പ്രിയതമൻ കൂടെ ഇല്ലാത്തതിൻ്റെ വിഷമം ഉണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ല ചേച്ചിക്ക് ഒരു സത്യം അറിയോ? ഞാനും ആര്യനും തമ്മിൽ ഇന്ന് വരെ ഒരുമിച്ച് ഉറങ്ങിയിട്ടില്ല. അതെന്താടി അങ്ങനെ? ഞാൻ അത്ഭുതമാണല്ലോ അത്. അതെ, നമ്മളങ്ങനെയല്ല കിടക്കുന്നത്. ഒരാൾ തറയിലും ഒരാൾ കട്ടിലോ കിടക്കുന്നത്. നേരത്തെ ഞാൻ തറയിലും ആര്യം കട്ടിലൊക്കെ ആയിരുന്നു കിടന്നിരുന്നത്. പാവം ജോലിയും കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നതല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ ആര്യം സമ്മതിക്കണ്ടേ? ആര്യൻ ഇപ്പോൾ തറയിലാണ് കിടക്കണം, എന്നെ മേളിലും കിടത്തും. അപ്പം നിങ്ങളുടെ ഇടയിൽ സ്നേഹവും പ്രണയവും ഒന്നും വന്ന് തുടങ്ങിയിട്ടില്ല അല്ലേ? ഇല്ല ചേച്ചി. ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ ഒരു സ്നേഹവും കാര്യങ്ങളും നമ്മൾ തമ്മിൽ ഇതുവരെ ഇല്ല. പക്ഷേ ഇത്രയും ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല കേട്ടോ. ഇത് വലിയ കഷ്ടമായിപ്പോയല്ലോ, ഇങ്ങനെ ജീവിച്ചാലൊന്നും പറ്റത്തില്ല എന്ന് മീനാക്ഷി പറയാം. അല്ല, ഇത് അങ്ങനെ ജീവിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ. ആര്യനാണെങ്കിൽ പാവമല്ലേ, അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ വന്ന് കിടക്കണല്ലേ. ഞാനും ഒന്നും പറയാൻ പോകാറില്ലെന്ന് പറയാട്ടോ. എന്നാലും അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നിനക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നു ഒക്കെ ചെയ്യുന്നില്ലേ അവൻ? നിന്നെ കൂടെ നിന്നെ ഒരു പൊതിഞ്ഞ് നിന്നെ ചേർത്ത് വയ്ക്കുന്നില്ലേ ഒരു കരുതലോടുകൂടി? അത് തന്നെ നിൻ്റെ വലിയ ഭാഗ്യമാണ്. അതെനിക്കറിയാം ചേച്ചി. പണ്ട് മുതലേ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ദേഷ്യക്കാരൻ ആര്യനാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാരണം തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇവിടെ വഴക്കാണല്ലോ. എന്നെ വഴിയിൽ വെച്ച് കണ്ടാൽ ആനന്ദേട്ടനും ആകാശേട്ടനും എന്നെ ഒന്നും പറയില്ല. പക്ഷെ ആര്യൻ എന്തെങ്കിലും എന്നെ പറഞ്ഞിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് എനിക്കും ദേഷ്യമാണ്, തിരിച്ച് വഴക്കുണ്ടാക്കും. അങ്ങനെ ഒരു വഴക്കാളി എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ കല്യാണം കഴിഞ്ഞു, ജീവിതം തുടങ്ങിയത് ഇവിടം വരെ ആയി. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കണം, ആര്യനെ പോലെ നല്ലൊരാൾ വേറെ ഇല്ല. മറ്റുള്ളവർക്ക് കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും ആർക്ക് എന്ത് വന്നാലും എടുത്തു ചാടി അതിനുവേണ്ടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ എനിക്ക് നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണ് ആര്യൻ. കണ്ടോ അവളുടെ സ്നേഹം കണ്ടില്ലേ? അതെ, സ്നേഹമുണ്ട്. പക്ഷേ ആര്യൻ എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയാം, അത് നിൻ്റെ തോന്നലാടി. ആര്യന് നിന്നോട് നിന്നെക്കാളും കൂടുതൽ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. അതെന്താ ചേച്ചി? അല്ല, നിനക്ക് എന്തൊക്കെ വാങ്ങിത്തരുന്നു? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിന്നെ വിട്ടുകൊടുക്കുന്നുണ്ടോ? നിന്നെ സ്നേഹത്തിൽ പൊതിഞ്ഞ് ചേർത്ത് വയ്ക്കുന്നില്ലേ? ഇത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു കരുതൽ. പ്രണയത്തിൻ്റെ തുടക്കമാണ്. ഇനി ഇത് വളർന്ന് ശരിക്കും പരസ്പരം വിട്ടുമാറാനാവാത്ത ഒരു പ്രണയമായി നിങ്ങളിൽ മാറണം കേട്ടോ. വേണമെങ്കിൽ ഞാൻ ആര്യനോട് സംസാരിക്കും. അയ്യോ വേണ്ട ചേച്ചി, ഒന്നും വേണ്ട, ഞങ്ങൾ തന്നെ അതൊക്കെ ശരിയാക്കിക്കൊള്ളാമെന്ന് പറയാം. അതൊക്കെ പോട്ടെ, നമുക്ക് കിടന്നാലോ? കിടക്കാം. പക്ഷേ എനിക്കൊരു കാര്യം കൂടെ അറിയണം. മീനാക്ഷി ചേച്ചി ആകാശം തമ്മിൽ ഇവിടുത്തെ ആകാശേട്ടനും തമ്മിൽ എങ്ങനെയാണ് വിവാഹം കണ്ടുമുട്ടിയത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ കൂടെ ചേച്ചിയുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നും ചോദിക്കുക. എൻ്റെ ജീവിതം കുഴപ്പമില്ലാതെ പോകുന്നു. നല്ല സ്നേഹസമ്പന്നയായ ഒരു അമ്മായിയമ്മ എനിക്കുണ്ട്. പിന്നെ നല്ല സ്നേഹസമ്പന്നയായ ഒരു ഭർത്താവുണ്ട്. ഇത്തിരി മുൻദേശിയുമാണെങ്കിലും കരുതലും സ്നേഹവും ഒക്കെ ഉള്ളൊരു അമ്മായിയച്ഛനുണ്ട്. പിന്നെ എൻ്റെ കൂടപ്പുറപ്പുകൾ, എൻ്റെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വിശദീകരിച്ച് മീനാക്ഷി ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് ആകാശിനെ കണ്ടുമുട്ടിയ കഥ ചോദിക്കുന്നുണ്ട്. അന്നേരം മീനാക്ഷി പറയാം, അതൊരു കഥയാ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം, നീ വന്ന് കിടക്ക്, ലൈറ്റ് അണയ്ക്ക്, നമുക്ക് കിടന്നുകൊണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ലൈറ്റ് അണച്ചിട്ട് ഇരുട്ടത്ത് കിടന്ന് മീനാക്ഷി ആകാശിനെ കണ്ട കാര്യങ്ങളും അവർ പ്രേമിച്ചിടുന്ന കാര്യങ്ങളൊക്കെ മിത്രയ്ക്ക് വിശദീകരിച്ച് കൊടുക്കാനും. ടെറസിൻ്റെ മുകളിൽ എല്ലാവരും കൂടെ കഥയും കാര്യങ്ങളും ആണുങ്ങളെല്ലാം കിടക്കുന്ന സമയത്ത് ഇത്രയും സമയത്ത് താഴെ ഇറങ്ങി വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ദേവി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആനന്ദിനെ കണ്ണത്തുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, എൻ്റെ ദേവി ഇപ്പോൾ ആര്യനാണെങ്കിൽ കുടിയും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ആനന്ദേട്ടനും കൂടെ വിളിച്ചുകൊണ്ട് കുടിപ്പിക്കുവാവോ? ഇനി ടെറസിൻ്റെ മുകളിൽ എന്താണാവോ? ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ്
സൈഡിലേക്ക് കയറി വരുമ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കാം. ആഹാ, നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണോ? ആനന്ദേട്ടൻ എന്താ അങ്ങോട്ട് വരാത്തെ? വാ, കിടക്കണ്ടേ? വരാം ദേവി, വരാം. ദേവി ചെന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. വരുമല്ലോ അല്ലേ? ഇപ്പം തന്നെ വരുമല്ലോ. വരാം, ചെന്നോ. ശരി, നീ പൊക്കോ. ശരി, ഞാൻ കാത്തിരിക്കും കേട്ടോ. ശരി ശരി, നീ പൊക്കോ. അങ്ങനെ താഴെ പോവാണ് ദേവി. അപ്പോഴത്തെ ആരെയും ചോദിക്കാനുണ്ട്, ഏട്ടൻ ഇന്ന് ഇവിടെ അല്ലേ കിടക്കണേ? ഞാൻ നിങ്ങളോട് തന്നെടാ കിടക്കണേ. പിന്നെ ദേവി ചേച്ചി എടുത്ത് പറഞ്ഞു എന്തിനാ ഇപ്പം വരാമെന്ന്? അത് പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇല്ല, ഞാൻ വരുന്നില്ല, ഇവിടെ കിടക്കുന്നു പറഞ്ഞാലേ അവൾക്ക് പിന്നെ അത് വിഷമാവും. മറ്റത് കുഴപ്പമില്ല, വെളുപ്പിനെ ആവാറാകുമ്പോഴത്തേക്കും പതുക്കെ എണീറ്റ് അങ്ങ് പോയാൽ മതിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേട്ട. അവൾ രാവിലെ എണീക്കും. അപ്പം അതുകൊണ്ട് തന്നെ ജോലി അടുക്കളയിലുള്ളത് കൊണ്ട് അവൾ പെട്ടെന്ന് എടുത്ത് ഉറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് അവൾ അറിയത്തുമില്ല എന്നിങ്ങനെ പറയുമ്പം ധർമ്മം പറയാ, എടാ കള്ളാ, എല്ലാം കണ്ടു പഠിച്ച് വെച്ചിരിക്കുകയാണ് കള്ളൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ധർമ്മൻ. അങ്ങനെ അവർ കളിയാക്കി കേട്ടോ. എന്നിട്ട് ശ്രീദേവി താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് ടെൻഷൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആനന്ദേട്ടന് ഇത്രയും നേരം കണ്ടില്ല, വരാമെന്ന് പറഞ്ഞതല്ലേ. ഒരു കാര്യം ചെയ്യാം, അമ്മയെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകലയെ വിളിക്കാം കേട്ടോ. ശ്രീകല ഫോൺ എടുത്ത ഉടനെ, എന്താടി അമ്മേ, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? നിനക്ക് എന്നും പ്രശ്നം തന്നെ. ഒന്ന് അടങ്ങിയിരിക്കാൻ നിനക്ക് സമയം കിട്ടുന്നില്ലേടി? പിന്നല്ല, അമ്മ എന്താ പറയണേ? എൻ്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അമ്മയോടല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ച് പറയണത്. അല്ലെങ്കിൽ വേണ്ട, അമ്മ കേൾക്കണ്ട, എനിക്ക് പറയാനൊന്നുമില്ല, ഞാൻ വെക്കാം. നിൽക്ക് എടി, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നിൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഇപ്പം എന്താ പ്രശ്നം? അമ്മേ, ആരിനെ കുടിച്ചിട്ടാണ് വന്നിരിക്കണേന്ന് പറയാട്ടോ. കുടിച്ചോ? അതിനിപ്പോൾ എന്താ, അവൻ കുടിക്കണേന്ന് നിനക്കെന്താ? അങ്ങനെ അല്ല, ഇവിടെ ആനന്ദേട്ടനെ അനിയന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അവരുമായിട്ട് കൂട്ടം കൂടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എല്ലാവരും കൂടെ ചേർന്ന് ടെറസിലാണ് ഇരിക്കുന്നത്. ഞാൻ കിടക്കാൻ വിളിച്ചിട്ട് പോലും താഴോട്ട് വന്നില്ല. എനിക്ക് പേടിയുണ്ട് അമ്മേ, ഇനി ആനന്ദേട്ടനും അവരോട് ചേർന്ന് കുടിക്കുമെന്ന്. എടി, നീ അങ്ങനെ പേടിക്കണ്ട. ആനന്ദ് ആ ഒരു ടൈപ്പല്ല, അവൻ കുടിക്കത്തൊന്നുമില്ല. നീ ആനന്ദിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല അമ്മേ, എനിക്കെന്നാലും പേടിയാണ്. ഇപ്പം തന്നെ ഇത്രയും സമയമായില്ലേ, ആനന്ദേട്ടന് അവരോ കൂടെ നിൽക്കണമെന്നും സംസാരിക്കണമെന്നും ഒക്കെയാണ്. അവർ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ പറ്റത്തുള്ളൂ. എന്നെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്നുണ്ടെന്ന് പറയാം കേട്ടോ. ഒരു കാര്യം ചെയ്യും, 2 ദിവസത്തിനകം ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങട്ടെ. ഇപ്പോൾ നീ ഒന്ന് സമാധാനപ്പെട്ട് ഇരിക്കട്ടെ. എൻ്റെ പെണ്ണേ, നീ ഇങ്ങനെ തൊട്ടേനും പിടിച്ചിട്ടൊന്ന് വിഷമിച്ച് ടെൻഷൻ അടിച്ച് നടക്കണം. നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലയോടി എന്നിങ്ങനെ അമ്മ ചോദിക്കട്ടോ. ശരി, എന്തായാലും 2 ദിവസം കഴിയട്ടെ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചെങ്കിലും അവിടെ വല്ലാത്തൊരു ടെൻഷനിലായിട്ടൊരു ദേവിയുടെ പേടിയെന്ന് വെച്ചാൽ ആര്യനെ ഇനി ആനന്ദിനെ കുടിപ്പിക്കും കുടിയനായി എന്നൊരു ടെൻഷനിലാണ് ഈ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.